കുല്ലുൽ മുയസ്സറുൻ ലിമാ ഖുലിഖ ലഹു. ഒരാളെ ഏതിനു വേണ്ടിയാണോ പടക്കപ്പെട്ടത് അതിന്റെ അമൽ ചെയ്യൽ അവർക്ക് വളരെ എളുപ്പമാണ്. അപ്പൊ അല്ലാഹു തആല ഉമ്മാന്റെ പള്ളിയിൽ എന്താണോ നമ്മൾക്ക് കണക്കാക്കി വെച്ചത് അതാണ് നിന്റെ പ്രവർത്തനം ചെയ്യാൻ വളരെ ഈസിയാണ്. അതാണ് നമ്മളൊക്കെ നിസ്കരിക്കാൻ വരുന്നു, വഅദ് കേൾക്കുന്നു, അദാദിന് വരുന്നു, ജമാഅത്തിന് വരുന്നു, സ്വലാത്തിന് വരുന്നു. അതൊക്കെ വലിയ സന്തോഷമാണ്. റമദാൻ വരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ സന്തോഷമാണ്. അപ്പൊ മനസ്സിലായിക്കൊള്ളണോ, അള്ളാഹ് സ്വർഗത്തിന്റെ അവകാശിയായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നീ അങ്ങനെ ആക്കി തരണം റഹ്മാനേ. ഇനി നിങ്ങൾ നോക്ക്, അല്ലാഹു തആല നരകത്തിലേക്കാണോ കണക്കാക്കുന്നതെങ്കിൽ അതിന്റെ അമൽ അവന്റെ ജീവിതത്തിൽ കൂടുതൽ കാണുന്നു. ആ രൂപത്തിൽ തന്നെ അവസാനം മരിക്കുകയും ചെയ്യുന്നു. അല്ലാഹു ഞങ്ങളെ കാക്കണം റഹ്മാനേ. നിങ്ങൾ കണ്ടില്ലേ സുഹൃത്തുക്കളെ, ബറാത്ത് വരാനിരിക്കുകയാണ്. ശഅബാൻ 1 2 ആയിട്ടുണ്ട്. ഇതിലേക്ക് 1 അല്ലെങ്കിൽ 2 രാത്രിയാണ്, എന്താണെന്ന് അറിയില്ല. ഏതായാലും ഇരിക്കട്ടെ, അതാ ബറാത്തിന്റെ രാത്രി ഉണ്ടല്ലോ. ഈ ബറാത്തിന്റെ രാത്രി വളരെ പോലീസുള്ള രാത്രിയാണ്, വളരെ പോലീസുള്ള രാത്രിയാണ്. ആ ബറാത്തിനെ സംബന്ധിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, അതാ അല്ലാഹു എല്ലാം കണക്കാക്കുന്ന രാത്രിയാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? എന്റെ എല്ലാ കണക്കും അല്ലാഹു തആല എന്റെ ഉമ്മാനെ പള്ളിയിൽ തന്നെ കണക്കാക്കിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്റെ റിസ്ക് അല്ലാഹു കണക്കാക്കിയിട്ടുണ്ട്, എന്റെ ഭക്ഷണം അല്ലാഹു കണക്കാക്കിയിട്ടുണ്ട്, എല്ലാം അല്ലാഹു കണക്കാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ? അത് ഈ മനുഷ്യന്റെ ആയുസ് കാലം മുഴുവനത്തേക്കുള്ള കണക്കാണ് അല്ലാഹു കണക്കാക്കിയത്. എന്നാൽ നിങ്ങൾ കണ്ടില്ലേ, പാർലമെന്റൊക്കെ ബജറ്റ് അവതരിപ്പിക്കുന്നത് കണ്ടില്ലേ? ഓരോ വർഷത്തേക്ക് ബജറ്റ്, 5 കൊല്ലത്തേക്ക് ബജറ്റ്, 2 കൊല്ലത്തേക്ക് ബജറ്റ് ഒക്കെ കാണുന്നില്ലേ? അല്ലാഹുവിന്റെ തീരുമാനത്തിലും ഈ ശഅബാൻ 15 മുതൽ അടുത്ത ശഅബാൻ 15 വരെ ഒരു കൊല്ലത്തെ കണക്ക് അല്ലാഹു തആല തീരുമാനിക്കുകയാണ്. ആ തീരുമാനിക്കുന്ന സമയത്ത് മഹാന്മാരായ പണ്ഡിതന്മാരെ എഴുതി വെച്ചത് കാണാം. ഫവാഇദു ശഹ്രി റമദാൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം തന്നെ എന്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. ഏടിയാ കുട്ടികൾ പണിയായി പോകും. ബഹുമാനപ്പെട്ട സയ്യിദ് അലവി മാലിക് തങ്ങൾ രചിച്ച വലിയൊരു ഗ്രന്ഥം തന്നെ കാണാം. എന്താ അതിൽ പറയുന്നത്? സുബ്ഹാനല്ലാഹ്, ശഅബാനിന്റെ മഹത്വം. അല്ലാഹു തആല ഒരു കൊല്ലത്തെ കണക്ക് മുഴുവനും പാസാക്കിയിട്ട് അതാ മലക്കുകളുടെ കയ്യിൽ കൊടുക്കുകയാണ്. ആ മലക്കുകളുടെ കയ്യിൽ കൊടുക്കുന്ന കൂട്ടത്തിൽ അതാ ഇമാമികൾ രേഖപ്പെടുത്തുന്നു, ഈ ശഅബാൻ കഴിഞ്ഞ് അടുത്ത ശഅബാനിന്റെ ഇടയിൽ ഒരു കൊല്ലത്തിനടുത്ത് മരിക്കുന്നവരാരാണോ അവരുടെ ലിസ്റ്റ് മുഴുവനും അസ്റായിലിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഈ ശഅബാൻ കഴിഞ്ഞിട്ട് അടുത്ത ശഅബാനിൽ മരിക്കുന്നവരാരാണോ അവരുടെ ലിസ്റ്റ് മുഴുവനും അല്ലാഹു അസ്റായിലിന്റെ കയ്യിൽ കൊടുക്കുകയാ. മറ്റന്നാൾ ബറാത്ത് വരുമ്പോ എന്റെ ലിസ്റ്റ് അസ്റായിലിന്റെ കയ്യിലാണോ അല്ല മറ്റു മലക്കുകളുടെ കയ്യിലാണോ നമുക്കറിയില്ല. അല്ലാഹുവേ, നിന്റെ പൊരുത്തത്തിലായി ഞങ്ങൾക്ക് നീ ദീർഘായുസ്സ് നൽകണം റഹ്മാനേ. അല്ലാഹു എല്ലാം കണക്കാക്കുന്ന സമയത്ത് സുഹൃത്തുക്കളെ, പണ്ടേ എന്റെ അവധി അല്ലാഹു കണക്കാക്കിയിട്ടുണ്ട്, എന്റെ അവധി അല്ലാഹു കണക്കാക്കിയിട്ടുണ്ട്. ആ കണക്കാക്കിയ അവധിയെ സംബന്ധിച്ച് ഇമാമികളുടെ കിതാബിൽ എഴുതി വെച്ചത് കാണാം. ചിലപ്പോഴൊക്കെ അല്ലാഹു തആല ചിലവർക്ക് ഇങ്ങനെ കണക്കാക്കുന്നറിയോ, ഇവർക്ക് 60 വയസ്സാണ്, ഇന്ന് അമൽ ചെയ്താൽ ഇത്ര കൂട്ടി കൊടുക്കാം, ഇന്ന് പ്രവർത്തനം ചെയ്താൽ ഇത്ര കൂട്ടി കൊടുക്കാം എന്ന ഒരു ഡിമാൻഡോട് കൂടെ അല്ലാഹു ചിലവർക്ക് ആയുസ് നിശ്ചയിക്കാറുണ്ട്. നിങ്ങൾ പറഞ്ഞത് കാണാം. നിങ്ങൾ കണ്ടില്ലേ എത്ര ചരിത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്വഹാബിയോട് പറയുന്നു, സ്വഹാബി, ഇന്ന നാളിൽ നിങ്ങൾ മരിക്കും, ഇന്ന ദിവസം നിങ്ങൾ മരിക്കും. സുബ്ഹാനല്ലാഹ്, ഈ സ്വഹാബി അതാ മരണത്തിലേക്ക് ഒരുങ്ങുകയാണ്. പക്ഷേ റസൂലുള്ളാഹി പറഞ്ഞ സമയം എത്തി, ആ ടൈം എത്തി, ആ സെക്കൻഡ് എത്തി, ആ മിനിറ്റ് എത്തി. പക്ഷേ മരിക്കുന്നത് കാണുന്നില്ല. നേരെ പോകുന്ന റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക്. കാരണം റസൂലുള്ളാഹി കളവ് പറയൂലല്ലോ, റസൂലുള്ളാഹി പറഞ്ഞാൽ പിഴച്ചു പോവില്ലല്ലോ. സഹാബി ചോദിക്കുന്നു, അല്ല നബിയേ, തങ്ങളല്ലേ എന്റെ അവധി പറഞ്ഞത്, മരിച്ചില്ലല്ലോ നബിയേ. അപ്പോഴാണ് തങ്ങളുടെ മറുപടി, നിങ്ങൾ ഇന്ന അമൽ ചെയ്തതുകൊണ്ട് അല്ലാഹു ആയുസ് നീട്ടിയിരിക്കുകയാ. അവൻ ചില പ്രവർത്തനത്തിന്റെ കാരണം കൊണ്ട് ആയുസ് നീട്ടലുണ്ട്. അതുകൊണ്ടല്ലേ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറ്, ഒരാളെ ആയുസ് നീട്ടണോ, റിസ്ക് വിശാലമാകണോ, ഫൽയസിൽ റഹിമാ. ആയുസ് നീട്ടണോ, ഭക്ഷണം വിശാലമാകണോ, കുടുംബത്തിനോട് ബന്ധം ചേർക്കണം. മുഹമ്മദ് റസൂലുള്ളാഹ് പറയാതിരിക്കാൻ കഴിയും. ഫൽയസിൽ റഹിമാ, കുടുംബത്തിനോട് ബന്ധം ചേർക്കണം എന്ന് റസൂലുള്ളാഹി പറയാ. ആയുസ് നീട്ടി കിട്ടും, ഭക്ഷണം വിശാലായിട്ട് കിട്ടും. അത് ഇപ്പൊ പറയാൻ
പറയാതിരിക്കാൻ കഴിയാ. ഏത് കുടുംബം ഏഴെ കുടുംബം ഓൻ പോലെ കെട്ടി ഓൻ 2 മക്കളും ഒരു കമ്പോണ്ട് കെട്ടി അസുര കിടക്കാൻ വരില്ലായിരുന്നു. എല്ലാം പോയി ഓരോ കെട്ടിയോളും അതൊരു കിടാന്ന് മാറിയിരിക്കാൻ പറ്റില്ല. പിന്നെ ഉമ്മ വേണ്ട, ആരും വേണ്ട, ഉമ്മ പറയണ്ട. പിന്നെ വന്ന് ഇല്ലെങ്കിൽ ഉമ്മക്ക് വിളിച്ച് ഇല്ലെങ്കിൽ അതാണ് നമ്മുടെ അവസ്ഥ. അതുകൊണ്ടായിരിക്കും മെച്ചമാരെ കാണുന്നില്ലേ, തെങ്ങിന്റെ വെളിച്ചിനെ തെളിക്കുന്നവരെ തെളിച്ച് പോകുന്നത് കാണുന്നില്ലേ. എന്തോ കാരണം കുടുംബത്തിലെ വെളിച്ചെറിഞ്ഞ പായസം ചുരുക്കി കളഞ്ഞു അല്ലേ. രണ്ടാമത് നിങ്ങൾ നോക്ക്, സുബ്ഹാനല്ലാഹ്, മക്കളെല്ലാം ഗൾഫില, എല്ലാം സൗദിയില, എല്ലാം ഖത്തറില, 4, 5, 6 മക്കള് വിദേശത്ത് വലിയ മൾട്ടികളാ. ഒരെണ്ണം അകത്ത് പട്ടിണിയാ അല്ലേ, ഒരെണ്ണകത്ത് പട്ടിണിയാ. എങ്ങനെ നോക്കിയാലും ഒരു ദിവസം ഒപ്പിക്കാൻ അവനെ കൊണ്ട് കഴിയുന്നില്ല. എന്ത് കഴിയാത്തത്? സുബ്ഹാനല്ലാഹ്, കുടുംബത്തിന്റെ ബന്ധം വിച്ഛേദിച്ചപ്പോ അള്ളാഹ് റിസ്കിന്റെ വിശാലത വെട്ടിക്കുറച്ചു. ഇതാണ് ഇവിടെ നാട്ടിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. കുടുംബം ആർക്കും വേണ്ട, കുടുംബം ആർക്കും വേണ്ട. ഇപ്പണ്ട് ഗൾഫിലേക്ക് പോയാൽ കുടിക്കൂല, വരുമ്പോ ചെല്ലൂല, വലിയ ചെല്ലാണ്ട് വരുന്നത്. നീ എപ്പോഴാ വന്നേ? ഞാൻ ചെല്ലാണ്ട് വന്ന ഉമ്മ പോകുമ്പോഴൊക്കെ പോയി അതിനൊക്കെ ഫോൺ വിളിക്കാൻ ഉമ്മ, സ്വന്തം പെറ്റ ഉമ്മ ഫോൺ വിളിക്കാൻ സമയമില്ല. ഉമ്മ ഡ്യൂട്ടിന്റെ തിരക്കുമ്മ, നിന്റെ ഡ്യൂട്ടിന്റെ തിരക്ക് കുറയണമെങ്കിൽ ഉമ്മാനോട് ദ്വാരിപ്പിക്കണോ? അറിയോ, നിന്റെ ഡ്യൂട്ടിയിൽ ബർക്കത്ത് വേണം, ഉമ്മാനോട് ദ്വാരിപ്പിക്കണോ? ഉമ്മാനെ കുട്ടിക്ക് ഒരു പണമോ, ആ പണത്തിന് ബർക്കത്തുണ്ടോ? സുബ്ഹാനല്ലാഹ്, ഉമ്മ ഒരു സ്വർഗ, ഉമ്മ ഒരു സ്വർഗ. ആ സ്വർഗമാകുന്ന ഉമ്മാന് ജീവിച്ചിരിക്കുന്ന ഉമ്മമാരെ ആയുസ് നീട്ടി കൊടുക്കണം റഹ്മാനേ. ഇന്ന് ഞാൻ ഇവിടുത്തെ വേദന ഉമ്മക്ക് വലിയ വെച്ചാണ്. ഞാൻ പറഞ്ഞു മുമ്പ് ഇന്നാണ് ലൈവ് ഉണ്ടാവാനാ, വേദന വേദന പോയാൽ ലൈവ് കെട്ടി വേദന കഴിഞ്ഞിട്ട് പിന്നെ ഉറങ്ങുള്ളൂ. എല്ലാ സ്ഥലത്തും വേദന പോയി വേദന നിങ്ങൾ ഇല്ലാന്ന് ഭയങ്കര കവിഞ്ഞ് വേദന. ഞാൻ നാളെ നാളെ നോക്കി കേൾക്കാൻ അതൊരു സന്തോഷമാണ്. അവർക്ക് വേദന കഴിയുമ്പോൾ സന്തോഷമാണ്. മക്കളെ വേദന സന്തോഷം ഉണ്ടാവില്ലേ? മക്കളെ വേദന സന്തോഷം ഉണ്ടാവില്ലേ? നിങ്ങൾക്ക് എന്തൊരു സന്തോഷമാണ് നമുക്ക് മക്കളെ കൊണ്ട് വല്ലാത്ത സന്തോഷമുള്ള മക്കളൊക്കെ സ്വാലിഹാക്കി തരട്ടെ. അവ ഞാൻ പറഞ്ഞു വന്നത് അതാ, നിങ്ങൾ നോക്ക്, കുടുംബത്തിന്റെ ബന്ധം ചേർക്കുമ്പോ അള്ളാഹ് ആയുസ്സിനെ നീട്ടുകയാ. അപ്പൊ അള്ളാഹ് നിശ്ചയിച്ച ആയുസ്സിനെ അള്ളാഹ് നീട്ടിക്കളിയും. എന്ത് വേണം? കുടുംബത്തിന്റെ ബന്ധം ചേർക്കണം. അള്ളാഹ് കണക്കാക്കിയ റിസ്ക് ഉണ്ടല്ലോ, അത് അള്ളാഹ് വിശാലത ചെയ്യും. എപ്പോ? അതേ കുടുംബത്തിന്റെ ബന്ധം ചേർക്കണം. ഇനി കണ്ടോ, നിങ്ങൾ ആയുസ് ഉന്നതമായി കിട്ടണോ, റിസ്ക് വിശാലമാക്കണോ, നിങ്ങൾ സ്വതക്ക ചെയ്യണം. മുഹമ്മദുർ റസൂലുള്ളാഹ് ഹബീബായ എന്ന് പറയാൻ കൊടുക്കണം, നന്നായി കൊടുക്കണം. അപ്പോ നിങ്ങളെ റിസ്ക് വിശാലമാകുന്നു, ആയുസ്സുള്ളമാകുന്നു. അതുപോലെ നിങ്ങൾ നോക്ക്, ആ ബറാത്ത് കണക്കാക്കുന്ന അന്നത്തെ രാത്രി നമ്മുടെ നാട്ടിലൊക്കെ യാസീൻ ഓതുകയാണ്. എന്തിനാ യാസീൻ ഓതുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സൂറത്തു യാസീൻ ലിമാ ഖുരിഅലഹു. ഏതൊരു ആവശ്യത്തിന് വേണ്ടിയാണോ യാസീൻ ഓതുന്നത്, ആ ആവശ്യം സഫലീകരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. സൂറത്തു യാസീൻ ലിമാ ഖുരിഅലഹു. ഏതൊരു ആവശ്യത്തിന് വേണ്ടിയാണോ യാസീൻ ഓതുന്നത്, ആവശ്യം നിറവേറ്റുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഓ സുഹൃത്തുക്കളെ, നിങ്ങൾ നോക്ക്, അപ്പൊ നമ്മൾ ആയുസ് നീട്ടാൻ വേണ്ടി, റിസ്ക് വിശാലമാക്കാൻ വേണ്ടി യാസീൻ ഓതുന്നത്. ഏതൊരു ആവശ്യത്തിന് വേണ്ടി യാസീൻ ഓതുന്നുവോ ആവശ്യം നിറവേറ്റുമെന്ന് പഠിപ്പിച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ ഏത് ആവശ്യത്തിനും യാസീൻ ഓതാ. നിങ്ങൾ കണ്ടില്ലേ, ഞാനൊരു സിംഗിൾ ഒരു പൂർവ്വശൈലിയിൽ 10 കൊല്ലം മുന്നേ അങ്ങനെ തങ്ങളുമായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ ഒരാൾ വന്നിട്ട് തങ്ങളെ ക്യാൻസർ യാസീൻ ഓതിക്കോ, വേറൊരാൾ വന്നിട്ട് തങ്ങളെ ട്യൂബ് വരുന്നുണ്ട് യാസീൻ ഓതിക്കോ, ഓരോ ബ്ലോക്കാണ് യാസീൻ ഓതിക്കോ, ഓരോരുത്തർ കൈകാലിലോ കടച്ചങ്ങൾ യാസീൻ ഓതിക്കോ, ഓരോരുത്തർ വേറെ ചൊറിയുന്ന യാസീൻ ഓതിക്കോ, വേറൊരുത്തർ വിധ ചെയ്യാനില്ല യാസീൻ ഓതിക്കോ. ഇത് കമ്പോണ്ട് കുളിക പോലെ എല്ലാവർക്കും ഒന്നെ, എല്ലാവർക്കും ഒന്നെ. അപ്പൊ ഞാൻ വിചാരിച്ചു തങ്ങൾ എന്തപ്പോ ഇങ്ങനെ എല്ലാവർക്കും ഒന്നെ കൊടുക്കുന്നത് തെളിയും. നോക്കുമ്പോ കിതാബിൽ കാണുന്നത് സൂറത്തു യാസീൻ ലിമാ ഖുരിഅലഹു. യാസീൻ സൂറത്ത് ഏതൊരു ആവശ്യത്തിന് വേണ്ടിയാണോ ഓതുന്നത്, ആ ആവശ്യം സഫലീകരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ എല്ലാത്തിനും പറ്റിയതാണ് യാസീൻ. ഏതുവരെയെന്നറിയോ? മരണം
ആസന്നമായവനെടുക്കൽ യാസീൻ ഓതണോ? മരിച്ചവനെടുക്കൽ മാത്രല്ല, മരണം ആസന്നമായ അവനെ അരികെ വെച്ചിട്ടും യാസീൻ ഓതണം. എന്തേ കാരണമോ? ഇമാമികൾ അടിവരയിട്ടുകൊണ്ട് പറയാണ്, അങ്ങനെ മരണം ആസന്നമായി മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ നിങ്ങൾ യാസീൻ ഓതിയാൽ റൂഹ് പുറപ്പെടുന്ന സമയത്ത് മരണത്തിന്റെ വേദന എളുപ്പമായി കിട്ടും. അപ്പൊ മരണത്തിന്റെ വേദന എളുപ്പമായി കിട്ടാൻ മരണം ആസന്നമായവനെടുക്കൽ യാസീൻ ഓതണം. മുഹമ്മദ് റസൂലുള്ളാഹ്. ഇനി മരിച്ചെടുക്കലോ, മരിച്ച മയ്യത്തിനെടുക്കലും യാസീൻ ഓതണം. മുഹമ്മദ് റസൂലുള്ളാഹി. ഇനി കബറിനെടുത്ത് പോയാലോ അവിടെ യാസീൻ ഓതണം. മുഹമ്മദ് റസൂലുള്ളാഹി. യാസീൻ ഭയങ്കര സംഭവമാണ്. കണ്ടില്ലേ? യാസീൻ ഭയങ്കര സംഭവമാണ്. അതെങ്ങനെ? എല്ലാവർക്കും യാസീൻ അറിയില്ലേ? കാണാതെ യാസീൻ അറിയില്ലേ? യാസീൻ കാണാതെ അറിയില്ല. എന്റെ കാരണം ഞാനൊരു ഉദാഹരണം പറയാം. എന്റെ വാപ്പ മരണപ്പെട്ട് 15-14 വർഷം പുറത്തുകൊടുക്കട്ടെ. അപ്പൊ ഒരക്ഷരം വായിക്കാൻ അറിയില്ല. ഒരക്ഷരം മാത്രം വായിക്കാൻ. പണ്ടത്തെ ഓത്തല്ലേ, ഇപ്പത്തെ ഓത്തല്ല, പണ്ടത്തെ ആ ഓത്തുമാരി ഓതിയത് ഒന്നും വായിക്കാൻ അറിയില്ല. യാസീൻ കാണാം. യാസീൻ കാണപ്പെടാന്ന് പറഞ്ഞാല് യാസീൻ എത്ര ഓതും? യേശാവാങ്കെടുത്ത് വരെ ഓതും. അതിനടുത്ത് ആരെങ്കിലും വന്നാല് ആടെ നിർത്തിയിട്ട് ആ വന്ന മനുഷ്യന് കുറെ കഥകൾ പറഞ്ഞ് ഉപ്പാക്കിട്ട് എത്ര അടക്കാട്ടെ വരുന്നുണ്ട്. അപ്പൊ മാരിമാവ് നല്ല അടക്കാൻ കൂത്തിട്ട് നല്ല ബെത്തലും വെച്ചിട്ട് കുഞ്ഞിയൻ ചപ്പന റെഡിയൊക്കെ തിന്നാനായിട്ട് തന്നെ കുറച്ച് ആൾക്കാരും പച്ചക്കറി മറക്കും. അത് എത്തുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. 4 അടക്കയും ചാപ്പും 4 കുഞ്ഞിയൻ ചാപ്പും 4 അടത്ത് ബെത്തലും കുഞ്ഞിയൻ ചാപ്പും 4 അടത്ത് ബെത്തലും ഇതെല്ലാം ഉപ്പ റെഡിയാക്കി വെക്കും. വേറെ ഉപ്പ ഇന്നാണ് ഇന്ന ദിവസം വരെ ഉപ്പക്കറിയാം. വെള്ളിയാഴ്ച പള്ളിക്ക് പോകുമ്പോൾ എല്ലാം റെഡിയാക്കി വെക്കും. കാരണം ചൊവ്വാഴ്ച എത്ര അടക്കം തിന്നാല് ആ ചപ്പുണ്ടല്ലോ, കുഞ്ഞിയൻ ചപ്പും അതിന് തിന്നാനായിട്ട് കുറച്ച് പ്രയാസന്മാരൊക്കെ വരും. അപ്പോ ഉപ്പ യാസീൻ ഓതും. ഓർ വന്നത് യാസീൻ നിർത്തും. ഓർ 1 മണിക്കൂർ 2 മണിക്കൂർ കലവാദിക്കാൻ പോലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ല അപ്പുറം 2 മണിക്കൂർ പോയിട്ടില്ല. ആടുന്ന് നമുക്ക് കിട്ടില്ല, എന്നോട് കിട്ടൂല. കാരണം യാസീൻ സെറ്റ് വെച്ചാൽ ഭക്ഷണം തുടങ്ങി പെട്ടെന്ന് എടുക്കാൻ കിട്ടില്ല. അത്രയും ഗുണപ്പെടും. പക്ഷെ വായിച്ചാലോ ഒരക്ഷരം വായിക്കാൻ. അതെന്താ കാരണം? അതിന്റെ എല്ലാ മനസ്സിൽ യാസീൻ കാണാം. എന്താ കാരണം അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം